നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ഉമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജന്മതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ അയച്ചു തരണം. വാട്സപ്പിൽ വേണം അയക്കാൻ. ജ്യോതിഷ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ തിരക്ക് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ അസൗകര്യം ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾ മെസ്സേജ് ഡീറ്റെയിൽസൊക്കെ അയച്ചിട്ട് വേണമെങ്കിൽ ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി വിളിക്കാം. ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് വേഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ രാശി മാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളുമായ ഫലങ്ങളാണ്. മകരക്കൂറ് ഉത്രാടത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി വരെയുള്ള നാളുകളാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ശനി 2-ൽ നിൽക്കുകയാണ്. 2025 മാർച്ച് മാസം വരെ ഉണ്ട് ശനി 2-ൽ. രാഹുവും വേഴനും മെയ് മാസം വരെ രാഹു 3-ൽ നിൽക്കുകയാണ്. വേഴനെന്ന് പറയുന്ന ഗ്രഹം മകരക്കൂറുകാർക്ക് 5-ലാണ്. 5-ൽ വേഴൻ നിൽക്കുന്ന കാലഘട്ടം വളരെ നല്ലതാണ്. 5 എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന രാശിയാണ്. കുറച്ച് ആത്മീകവും ദൈവികവും ഭക്തിയൊക്കെ കിട്ടും. പ്രജ്ഞ, പ്രതിഭ, മേധ, വിവേകം, ശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, മാത്യ, തനുജ, പഞ്ചമനാദോ, സൗമനസ്യാമവി ചിന്യം. അപ്പോൾ ബുദ്ധി ശക്തിയൊക്കെ വർദ്ധിക്കും. മേധാവിത്വം ഉണ്ടാവും, പ്രതിഭാശാലിത്വം ഉണ്ടാവും. 5-ൽ വേഴം സഞ്ചരിക്കുമ്പോൾ പുത്രസ്ഥലാഹോ അഥവാ ആരോഗ്യം, ഈ പ്രതിബോധയച്ച, മനസന്തുഷ്ടിച്ച, പുണ്യോദയനാണ്. പുത്രസ്ഥലാഭോ എന്ന് വെച്ചാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ, ഉള്ള മക്കൾക്ക് നല്ലത് വരാനും യോഗമുണ്ട്. പിള്ളേരുടെ വിദ്യയ്ക്കും അഡ്മിഷനൊക്കെ പുരോഗതി കിട്ടും. വിവാഹം, വിദേശയാത്ര, പ്രവൃത്തി ഇതൊക്കെ കിട്ടും. സന്താനം ഇല്ലാത്തവർക്ക് സന്താന ലാഭങ്ങളുണ്ടാവും. ഉള്ള മക്കൾക്ക് അസുഖങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യം കിട്ടും. വ്യക്തിക്ക് നമുക്കും നല്ല ആരോഗ്യവും ഒക്കെ കിട്ടും. പുത്രസ്ഥലാഭോ അഥവാ ആരോഗ്യം കിട്ടും. ബുദ്ധിശക്തി വർദ്ധിക്കും. ബുദ്ധി പോയി കഴിഞ്ഞാൽ ഭ്രാന്തനായി പോകും. അപ്പം ബുദ്ധിശക്തി വർദ്ധിക്കും. പ്രതിബോധയശ, കലാപ്രതിഭ, കായിക പ്രതിഭ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം മത്സരങ്ങളിലും പരീക്ഷകളിലൊക്കെ പോയി വിജയിച്ച് നേടാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പരീക്ഷ എഴുതി മാർക്ക് കുറഞ്ഞു പോയി, ഇനി എനിക്ക് പഠിക്കാൻ വയ്യ, ജയിക്കാൻ വയ്യ, ഞാൻ ഈ പഠിക്കാനേ പോണില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പരീക്ഷ എഴുതിയാൽ നല്ല മാർക്കും വിജയവും ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. മത്സരത്തിന് പോയാലും വിജയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മത്സരത്തിനും പരീക്ഷയ്ക്കും പോവാതെ ഒരു ജോലിക്ക് ശ്രമിച്ചാലും ഒരു വീട് വയ്ക്കാൻ ശ്രമിച്ചാലും ഏത് കാര്യം നടക്കൂലെന്ന് തോന്നി വിഷമിച്ചിരിക്കുന്നവർക്കും വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെറിയ പരിശ്രമം കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ കിട്ടാനും ഒക്കെ യോഗമുള്ള സമയമാണ്. ആത്മീയവും ദൈവികവും ഭക്തിയൊക്കെ കൂടി വരുന്ന സമയമാണ് വേഴൻ 5 സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ കുടുംബക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ, മതപരമായിട്ടുള്ള പ്രാർത്ഥന, മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നടത്താൻ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ, അവരുടെ ഏത് മതത്തിലുള്ളവരാണെങ്കിലും അവരുടെ മതപരമായിട്ടുള്ള നേർച്ചകളും വഴിപാടുകളും കാര്യങ്ങളൊക്കെ വർഷങ്ങളോളം കൊണ്ട് എനിക്കൊരു പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോകണം, ഒരു ദർശനം നടത്തണമെന്നൊക്കെ തോന്നുന്നവർക്ക് അവരുടെ കാര്യങ്ങളും ഭാഗ്യങ്ങളും നേടി ജയിക്കാൻ, നേട്ടങ്ങൾ കിട്ടാനൊക്കെ യോഗമുണ്ട്. വേഴൻ എന്ന് പറയുന്ന ഗ്രഹം 5 നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം ഐശ്വര്യങ്ങളും മനസ്സന്തോഷം, ശരീരസുഖം, ബന്ധുഗുണം ഒക്കെ കിട്ടും. കാരണം ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ്. അപ്പോൾ ബുദ്ധി കിട്ടും. പുത്ര സന്താനം ഇല്ലാത്തവർക്ക് മക്കളുണ്ടാവും, ഉള്ള മക്കൾക്ക് നല്ലത്. സ്നേഹം കിട്ടും, ദേഹം കിട്ടും. ദേഹം എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ദേഹം നമുക്കങ്ങനെ കിട്ടും. ചിലപ്പോൾ കൈ മുറിക്കണം, കാല് മുറിക്കണം എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നിന്ന് മരുന്ന് കൊണ്ടും ചികിത്സ കൊണ്ടും നമുക്ക് അംഗവൈകല്യങ്ങൾ വരാതെ തന്നെ
രോഗം മാറി നമ്മുടെ ശരീരത്തിൻ്റെ ദേഹം നമുക്ക് കിട്ടും. അതേപോലെ സുഖം മന്ത്രത്വം മന്ത്രജപങ്ങൾ കൊണ്ടുള്ള പുണ്യം, മന്ത്രിത്വം മന്ത്രിയാവാൻ അല്ലെങ്കിൽ അധികാരിയാവാൻ്റെ സ്ഥാനമാനങ്ങൾ കിട്ടാനൊക്കെ യോഗം, സംഘം സമുദായം രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ യോഗം, സന്തോഷവും ഭാഗ്യവും ഒക്കെ നമ്മളെ തേടിയെത്തുന്ന സമയമാണ്. അപ്പം 12 വർഷത്തിലൊരിക്കൽ വേഴ 5 വരും. അപ്പം ആ 5 നിൽക്കുന്ന സമയം സമ്പത്ത്, സന്തതി, സൗഭാഗ്യം, വിവാഹം ഇതൊക്കെ കിട്ടുന്ന സമയം. അപ്പം എനിക്കിപ്പം മക്കളുണ്ടായി കഴിഞ്ഞാൽ പഠിക്കണ്ടേ, ജോലിക്ക് പോകണ്ടേ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പോയാലും ജോലിക്ക് പോയാലും പൈസ കിട്ടുമെങ്കിലും മക്കളെപ്പോഴും കിട്ടൂല. അതൊരു ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങളൊരു ജന്മം കൊണ്ടുണ്ടാക്കിയ കംപ്ലീറ്റ് തുകയും ആശുപത്രി കൊടുത്താലും മക്കളെ കിട്ടാനും മക്കളെ ഉണ്ടാക്കാനും പാടായിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് സന്താനം ഉണ്ടാകാൻ യോഗം ഉള്ളപ്പോൾ മാത്രമേ സന്താനങ്ങളെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല സന്താനം. അപ്പോൾ സന്താനവും കുടുംബ ശ്രേയസ്സും ഐശ്വര്യമൊക്കെ കിട്ടി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന സമയമാണ്. രാഹു 3 നിൽക്കുമ്പോൾ 3 പാവാനാം അഭിമാന സഹോദര ഭാവായിഷ്ട അനിഷ്ടാപരൈ 3ഉം 11ഉം ശനി, സൂര്യൻ, രാഹു, കേതു കൂടി എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു രാശിയാണ് 3. ഇഷ്ടസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ രാഹു 3 നിൽക്കുമ്പോൾ നിങ്ങളുടെ അസുഖങ്ങളും ശത്രുതകളും തടസ്സങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും. എവിടെ ചെന്നാലും നിങ്ങൾക്ക് നല്ല സ്നേഹവും സന്തോഷവും സൗഹൃദവും കിട്ടും. എന്നാൽ സഹോദരങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കാൻ പാടില്ല. സഹോദര സ്ഥാനമാണ് 3. അതുകൊണ്ട് എല്ലാവരുടെയും പ്രീതി, അച്ഛൻ്റെ പ്രീതി, അമ്മയുടെ പ്രീതി, ഭാര്യയുടെ പ്രീതി, ഭർത്താവിൻ്റെ പ്രീതിയൊക്കെ കിട്ടും. പക്ഷേ ഇളയത് മൂത്തത് സഹോദരങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കാര്യത്തിന് വലിയ വലിയ വിരോധം ഉണ്ടായി കേസും വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ. എന്നും പറഞ്ഞുകൊണ്ട് സമയമാണ് കേസ് വഴക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം അവിടെ ചെന്ന് കേസ് കൊടുത്തിട്ട് അടങ്ങുമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു അപകടം സംഭവിക്കാൻ യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വണ്ടിയിരുന്നും ചാടൂ, എനിക്ക് യോഗമുണ്ട്, രണ്ട് ചാടിയ അപകടം സംഭവിക്കുമെന്ന് ഒതുങ്ങി മാറിപ്പോവും. അതേപോലെ കുടുംബത്തിൻ്റെ ബന്ധങ്ങൾക്ക് കോട്ടം വരാതിരിക്കാൻ വേണ്ടിയാണ് സഹോദരങ്ങളുമായിട്ടും സഹചാരികളുമായിട്ടും വിരോധം കാണിക്കരുത് എന്ന് പറയണം. അങ്ങനെ 3 നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും പ്രീതി, സഹായം കിട്ടുന്നു. എൻ്റെ സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പാവേ പ്രാതൃകതയെ സഹോദര വിഗമക സോദര്യ രോഗാധികം വക്ഷസ്കന്ധര ശ്രവണരു ഈ ദൗഷ്ട്യ ധൈര്യക്ഷയാനാണ്. അപ്പോൾ ചെവിക്ക് കേൾവിക്കുറവെന്ന് തോന്നും, അങ്ങനെ ENT പ്രോബ്ലം ഉണ്ടെന്ന് തോന്നും, തൊണ്ടയിൽ മാംസം വളർന്നിരിക്കുന്നു, അത് തൈറോയിഡിൻ്റെ പ്രോബ്ലം എന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം വലിയ കുഴപ്പമെന്ന് കരുതി വിഷമിക്കാനേ പാടില്ല. സഹോദരങ്ങൾ, ബന്ധുക്കളൊക്കെ ചെറിയ വിരോധം കാണിച്ചാലും നമ്മൾ വിരോധം കാണിക്കാതിരുന്നാൽ വഴക്കുമില്ല, പ്രശ്നവുമില്ല, അവരുടെ സ്നേഹവും സഹായവും ഒക്കെ നമുക്ക് കിട്ടും. രാഹുവിൻ്റെ സഞ്ചാരകാലം നമുക്ക് വളരെ ഗുണം കിട്ടും. എവിടെ ചെന്നാലും നേട്ടം കിട്ടുമെന്നാണ്. രാഹു പിണങ്ങി നിന്നാൽ നമുക്ക് കോട്ടങ്ങൾ വരും. രാഹു അനുകൂലിച്ച് നിന്നാൽ നമുക്ക് ഗുണം കിട്ടും. ഞാൻ 7 ശനി ഇപ്പോഴും മകരക്കൂറുകാർക്കുണ്ട്. 2025 മാർച്ച് മാസം 29 വരെ ഉണ്ട്. അതുവരെ നിങ്ങളൊന്ന് മയത്തി പോകണം. മയത്തി പോകണമെന്ന് പറയുമ്പോൾ 7 ശനിയിലാണ് നമ്മുടെ രാമനും ലക്ഷ്മണനും ഒക്കെ രാജ്യവും ഭരണവും ഒക്കെ നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയത്. അതേപോലെ നിങ്ങൾക്ക് കൊട്ടാരത്തിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ജീവിതമൊന്നുമല്ല, എനിക്ക് ഭയങ്കര ഭാഗ്യം കിട്ടാൻ ചാൻസ് ഉണ്ടെന്നും കൊണ്ട് നമ്മളെ വീടും സ്ഥലവും വിറ്റുപറക്കുകയും വിട്ടുമാറിയും വിദേശത്തൊക്കെ പോകാൻ തോന്നും. വിദേശത്ത് നിൽക്കുന്നവർക്ക് ആ രാജ്യം വിട്ട് വേറൊരു രാജ്യത്ത് പോകാൻ, ആ ജോലി വിട്ട് വേറെ ജോലിക്ക് പോകാനൊക്കെ തോന്നും. അപ്പോൾ തോന്നണത് കുഴപ്പമില്ല. പക്ഷേ ഈ സമയത്ത് നമ്മളൊരു ജോലി വിട്ടാൽ ഉള്ളത് പോവുകയും ചെയ്യും, വേറൊന്നും കിട്ടുകയില്ല. അപ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ 10 മാസം 2025 മാർച്ച് വരെ നമ്മൾ ഒതുങ്ങി നല്ല രീതിയിൽ സഹിച്ച് ക്ഷമിച്ച് നിന്നാൽ 7 ശനി അങ്ങ് മാറും. അപ്പോൾ 7 ശനി വന്നാൽ നാനാരോഗം ഒന്ന് മാറി ഓരോ അസുഖങ്ങളും. ശനി കാലിനാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത്. അതുകൊണ്ട് മുട്ടുവേദന, നടുവേദന, കാലുവേദന, മുറിവ്, ചതവ് ഇതൊക്കെ ഉണ്ട്, വെരിക്കോസ് ഇതൊക്കെ കൊണ്ടുള്ള അസുഖങ്ങൾ.
സ്ഥാനമാനങ്ങൾ പോകും. നമുക്ക് കിട്ടേണ്ടുന്ന അധികാരം, പ്രമോഷൻ, സാലറി, മെച്ചം, നേട്ടമൊന്നും ബിസിനസ്സിലും ജോലിയിലൊന്നും കിട്ടാൻ തടസ്സം വരും. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കിടന്നാൽ പോലും ലിസ്റ്റിൽ ഉണ്ടെന്ന് പറയണതല്ലാതെ ജോലി കിട്ടാൻ പോലും തടസ്സം വരും. ഉള്ള ജോലിയും വേണ്ടാന്ന് കളഞ്ഞാൽ അതും പോകും. അധികാരങ്ങൾ കളഞ്ഞിട്ട് വരരുത്. നമുക്കൊന്നും വേണ്ട, എല്ലാം മതിയായി എന്ന് തോന്നുന്ന തരത്തിൽ വിരോധിക്കുന്ന സമയമാണ്. വിനാശകാലിലെ വിപരീത ബുദ്ധി എന്നാണ്. സമയം മോശം വരുമ്പോഴാണ് നമുക്ക് കുരുട്ട് ബുദ്ധികളൊക്കെ തോന്നുന്നത്. സ്ഥാനമാനങ്ങൾ നമുക്ക് കിട്ടേണ്ടുന്ന സ്ഥാനം, അധികാരം, മാനക്കേടിലൊക്കെ ഉണ്ടാവും. സ്ത്രീകളാണ് കൂടുതലും ശത്രുവാണ്. സ്വന്തം അമ്മ വരെ ശത്രുവാകുന്ന സമയമാണ് 7-2 ശനി. കാരണം രാമനും ലക്ഷ്മണനും വനത്തിൽ കയറാനുള്ള പ്രധാന കാരണം മന്ദരയും കൈകേയിയാണ്. അവിടുത്തെ അമ്മച്ചിയും ആ വേലക്കാരിയാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിലെ അമ്മ, കുഞ്ഞമ്മ, വല്യമ്മ, അമ്മാവി, അമ്മ വർഗത്തിൽപ്പെടുന്ന എല്ലാവർക്കും നമ്മളോട് സ്നേഹം തന്നെങ്കിലും അവർക്ക് നമുക്ക് തരാനുള്ള വസ്തുക്കളും പൂർവിക സ്വത്തുക്കളും പണങ്ങളും ഒക്കെ അവരുടെ കയ്യിലായിപ്പോയാൽ അവർ തരൂല. കുടുംബ സ്വത്ത് പോലും നിനക്ക് തരൂലേ മക്കളെ, ഞങ്ങൾ മരിച്ചതിന് ശേഷം നിനക്കില്ല, നീ എടുത്തോ എന്ന് പറയും. അങ്ങനെ നമ്മളെ ഇരിക്കുന്നത് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുകയും വസ്തുവിന് വേണ്ടി വീട്ടിൽ ഓഹരിക്ക് വേണ്ടി സംസാരിച്ച് അവർ തരൂല എന്ന് തന്നെ പറയും. പിന്നെ വീട്ടിലുള്ളവരാണ് എന്നെ പറ്റിച്ചത്, വഞ്ചിച്ചത്, എന്നെ രക്ഷിക്കാൻ സമ്മതിക്കാത്തത്, ജീവിക്കാൻ സമ്മതിക്കാത്തതെന്ന് തോന്നും. പിന്നെ വീട്ടുകാർ തരാത്തത് ഒരു കണക്കൊക്കെ മഹാഭാഗ്യമാണ്. കാരണം ഇതൊക്കെ കിട്ടിയ കുരങ്ങൻ്റെ കയ്യിലിരിക്കണ പൂമാല പോലെ എല്ലാം കൊണ്ടൊന്ന് നശിപ്പിച്ച് കളയും. പല ബിസിനസ് നടത്താനും വിദേശത്ത് പോകാനും പല കാര്യങ്ങൾക്കും പഠിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് പൈസ വീട്ടുകാർ തരും. ഈ പൈസ അത്രയും ആളുകൾ പറ്റിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്ന സമയമാണ്. സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ ചില ലവ്വറും ഫ്രണ്ട്സൊക്കെ കലപിച്ചു വീട് സ്ഥലവും വിറ്റുപറക്കി പോകണമെന്ന് തോന്നും. കടങ്ങളും അപകടങ്ങളും ഉണ്ടാവും. അതേപോലെ എന്നും മാനസികപരമായിട്ടുള്ള മറ്റുള്ളവരുടെ വാശി, വിരോധം, ശത്രുതയൊക്കെ ഉണ്ടാവും. ക്ഷയിച്ചും നശിച്ചുമൊക്കെ പോണ സമയമാണ് 7-2 ശനി. ഇത്രയും നല്ല പണം ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, വസ്തു ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, ഭർത്താവ് ഉണ്ടായിരുന്നു, കുടുംബം ഉണ്ടായിരുന്നു, വണ്ടി. എങ്ങനെയാണ് ഇതെല്ലാം നശിച്ചു പോയത്? എല്ലാം അങ്ങ് പോയി, എന്തൊരു ഗ്രഹപ്പഴയാണ് എന്ന് പറയും. ഇത് കഴിഞ്ഞാൽ 6.5 കൊല്ലം കൊണ്ട് ഈ രാശിക്കൂറുകാർക്കും ഉണ്ട്. അതിനൊരു 10 മാസവും കൂടെ നിങ്ങളൊന്ന് ക്ഷമിച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രക്ഷപ്പെടാൻ, ജാമ്യം കിട്ടാത്ത കേസിൽ ജാമ്യം കിട്ടാനും, പരിഹാരമില്ലാത്ത കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ കിട്ടാനും, സമാധാനം കിട്ടാനും, സന്തോഷം കിട്ടാനും, അങ്ങനെ വലിയ വലിയ കുരുക്കിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനും പറ്റും. ഈ സമയത്ത് നമുക്ക് നമ്മളെ തന്നെ കൊല്ലണമെന്ന് തോന്നും. ആത്മഹത്യയൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നും. നമ്മൾ ചത്തിട്ട് ആർക്കും ഒരു നേട്ടമില്ല. ആർക്കെങ്കിലും ഒരു നേട്ടം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒരു നേട്ടമില്ല. അതുകൊണ്ട് വണ്ടി ഓട്ടിക്കുന്നത്, മരണചിന്തകൾ, വാശികൾ, അക്രമങ്ങൾ, ഒരു കാര്യത്തിനും നമ്മൾ ചാടി ഓടിപ്പോകരുത്. നിങ്ങൾ ശുദ്ധന്മാരാണെങ്കിൽ ഈ സമയത്ത് ദുഷ്ടന്മാരെ പോലെ ആകുന്ന സമയമാണ്. അതുകൊണ്ട് ശാസ്താവ്, ഹനുമാൻ, മുരുകൻ ഇവരെയൊക്കെ ഒന്ന് പഠിച്ച്, കാലഭൈരവനെ പഠിച്ച്, കുടുംബദേവനെ പഠിച്ച്, ഈ പിന്നെ ശനിക്ക് ശാസ്താവ്, ഹനുമാൻ, മുരുകൻ ഇവരൊക്കെയാണ് ശനീശ്വരൻ. നവഗ്രഹ പൂജ നടത്തിയാൽ നല്ലതാണ്. നവഗ്രഹത്തിൽ എല്ലാ ഗ്രഹങ്ങളും വരും. സൂര്യൻ, ശിവപരിവാരായ ആദിത്യാത്മാ, ശിവപരിവാരായ ചന്ദ്രാത്മാ, ശിവപരിവാരായ ഭൗമാത്മാ, ശിവപരിവാരായ ബുധാത്മാ, ശിവപരിവാരായ ബൃഹസ്പതിർമാ, ശിവപരിവാരായ ശുക്രാചാര്യൻ, ശിവപരിവാര ശനീശ്വരാത്മാ, ശിവപരിവാരായ രാഘവേ നമഃ, ശിവപരിവാരായ ഭൈരവേ നമഃ. മേഷാദരാശക സ്വസ്ഥാനേ സോ ആശ്രിതവേ ഗ്രഹാഃ പരിവാരതയാ പൂജാ ഗുളികസ്ഥ സനാമവേ. ഇങ്ങനെ ഗുളികനെയും മേടം മുതലായ 12 രാശികളെയും അതിൻ്റെ അധിപന്മാരെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളും എല്ലാവരും പ്രസാദിച്ച് എൻ്റെ ഗ്രഹപ്പുരയൊക്കെ മാറ്റിത്തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീരും. ഇത് കേട്ട് പഠിച്ച് നിങ്ങളങ്ങോട്ട് ജപം തുടങ്ങിക്കോ. നമുക്ക് വിഷമതകൾ മാറും. ഇങ്ങനെ വലിയ സർജറികൾ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്ന സമയമാണ്. യഥാർത്ഥത്തിൽ മരിക്കേണ്ടുന്ന സമയം വരെ ഉണ്ടായിരുന്ന 2023 ജനുവരി 17 മുമ്പെയാണ് സുനാമി വന്ന് എല്ലാം അടിച്ചുകൊണ്ട് തൂങ്ങണക്കെല്ലാം തകർന്നു പോകണം. ആ സമയം നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നത്. വലിയ പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതം തകർക്കുന്ന, മാനസികമായിട്ടും ശാരീരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും തകർന്നടിഞ്ഞു പോകുന്ന വിഷമതകളായിരുന്നു. എന്നാൽ ഭഗവാന്റെ പ്രസാദവും പരിഹാരങ്ങളും ജാതകത്തിൽ നല്ല ദശാകാലങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ദോഷം വന്നതും പോയതും ഞങ്ങൾ അറിഞ്ഞതേയില്ല, ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം അത്രയും ഭക്തിയോടുകൂടി ജീവിക്കുന്നവർക്ക് ഒരു കാലത്തും ഒരു ഗ്രഹപ്പഴയും ബാധിക്കില്ല. പല അമ്പലക്കാരും കൂടെ പ്രശ്നത്തിന് വരും.
വലിയ ഗ്രഹപ്പിഴയുള്ളവരും സമയദോഷമുള്ളവരൊക്കെ ഉണ്ട്. വയസ്സായ വളരെ പ്രായമുള്ള അപ്പൂപ്പന്മാർ വരെ പ്രശ്നം നോക്കാൻ വരും. ഞാൻ നോക്കുമ്പോൾ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഈ ശനിയും രാഹുവും കേതുവും ഇവർക്ക് ബാധിക്കുന്നില്ലേ ഭഗവാൻ എന്ന് തോന്നി. കാരണം അവർ ഭഗവാന്റെ കാര്യം നോക്കി ജീവിക്കുന്നത് കൊണ്ട് അവർക്കൊരു പ്രശ്നവും വരാറില്ല. നല്ല മുടുക്കന്മാരായിട്ട് വയസ്സായ ആൾക്കാരും നല്ല ചെറുപ്പക്കാരെ പോലെ ചുറുചുറുക്കോടുകൂടി ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഈ പറയുന്ന ഗ്രഹപ്പിഴയ്ക്ക് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് വിനകൾ മാറും. സന്താനങ്ങളെക്കുറിച്ച് ഒരു വിഷമവും വേണ്ട. പിള്ളേർക്ക് നല്ല ഭാഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ കിട്ടും. പിന്നെ സഹോദരങ്ങളുമായിട്ട് വഴക്കിനും അടിക്കൊന്നും പോകരുത്. ഭയമായിട്ട് നമ്മൾ പോകണം. സർപ്പപ്പുഴയിൽ വരുത്തും. ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി കാലഭൈരവ ക്ഷേത്രത്തിൽ അമാവാസി പൂജയുണ്ട്. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയോമം, 4 മണിക്ക് യമരാജ ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ അഭിഷേകമൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാനും അറിയാനും ഒക്കെ ലൈവ് നമ്മൾ യൂട്യൂബിൽ ലൈവൊക്കെ ഇടും. നിങ്ങളത് കാണാൻ പറ്റും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഈ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ചില നവീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കഴിയും വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്താൽ നല്ലതാണ്. മൊത്തം റൂഫൊക്കെ ഇടുകയാണ്. പുനരുദ്ധാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിയുന്ന തരത്തിലുള്ള സംഭാവനകൾ നൽകിയാൽ അത് നിങ്ങൾക്കും പിള്ളേർക്കും കുടുംബത്തിനും നല്ലത് തന്നെ വരും. എന്തായിരുന്നാലും നമുക്ക് ഭഗവാനൊന്നും കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ദോഷം മാറും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പത്മനാഭസ്വാമിയോടും കാലഭൈരവ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.